നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ചില കോൺട്രാക്ടേഴ്സ്, അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ചില മൊബൈൽ ഷോപ്പിലൊക്കെ നിൽക്കുന്നവർ ഹിന്ദി സംസാരിക്കും നന്നായിട്ട്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കസ്റ്റമേഴ്സ് ഹിന്ദി സംസാരിക്കുന്ന, അതായത് അന്യസംസ്ഥാന തൊഴിലാളികളായിരിക്കും. അപ്പോൾ അവരുടെ അടുത്ത് എങ്ങനെയാണ് ഇവർ ഇത്രയും ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, അവർക്ക് എന്ത് ചെയ്യും, അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആൻസർ ചെയ്തിട്ട് അവർക്ക് മറുപടി കൊടുത്ത് അവർക്ക് എന്തായിരിക്കും, ആ ഒരു ലാംഗ്വേജ് പഠിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലാംഗ്വേജ് പഠിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് പഠിക്കണമെന്നില്ല. അപ്പൊ നമുക്ക് ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ 1ാം ക്ലാസ് മുതലേ എന്ത് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷിന്റെ നമുക്കൊരു പാഠപുസ്തകങ്ങളുണ്ട്. അതുപോലെ തന്നെ 10ാം ക്ലാസ് വരെയാണെങ്കിലും +1 +2 എന്ത് ഇംഗ്ലീഷ് സബ്ജക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ ഡിഗ്രിക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുണ്ട് ഇംഗ്ലീഷിന്റെ സബ്ജക്റ്റ്. +1 മുതലൊക്കെ എന്താവും, നമ്മുടെ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റും ചിലപ്പോൾ എന്തായിരിക്കും, ഇംഗ്ലീഷിലായിരിക്കും വരുന്നത്. എന്നിട്ട് പോലും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു ഫ്ലുവൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻറ്റോട് കൂടി എന്ത് ചെയ്യുന്നില്ല, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നില്ല, കറക്റ്റായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ വരുന്ന സമയത്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇതിന് ഒരുപാട് വഴികളുണ്ട്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ആഡ്സ് കാണാൻ പറ്റും. അത് ഈ ആഡ്സിനകത്ത് എന്താ വരുന്നത്, നിങ്ങൾ 1 മാസം കൊണ്ട് പഠിപ്പിക്കുക, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് 1000 രൂപ തന്നാൽ മതി, അങ്ങനെയൊക്കെ രീതിയിൽ ഒരുപാട് ആഡ് വരുന്നതാണ്. അപ്പം ഞാൻ ചിലപ്പോൾ വിചാരിക്കും, എന്ത് ചെയ്യുക, 1 മാസം കൊണ്ടൊക്കെ പഠിക്കാൻ പറ്റുവാണെങ്കിൽ നല്ല എളുപ്പമല്ലേ, ജസ്റ്റ് ഒരു 1000 രൂപ കൊടുത്താൽ പോരെ, അതിന് കോഴ്സിന് ജോയിൻ ചെയ്യുക എന്നൊക്കെ കരുതും. പക്ഷെ ഞാൻ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല, വേറൊരു കോഴ്സിനും ജോയിൻ ചെയ്തിട്ടില്ല. ഞാൻ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ത് ചെയ്യുന്നു, 1 അവർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ എന്ത് ചെയ്യാം, കോൺഫിഡൻ്റ് ആണ് സംസാരിക്കാനൊക്കെ. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്, നിങ്ങൾ എവിടെയും 1 രൂപ പോലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പേയ്മെൻറ്റ് കൊടുക്കേണ്ട. ഇപ്പം നമുക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നേരത്തെ ഞാൻ എന്ത് ചെയ്യാം, മൊബൈൽ ഷോപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അവർ ഹിന്ദി സംസാരിക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്കും ഇംഗ്ലീഷ് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷും ഹിന്ദി ഏത് ഭാഷ വേണമെങ്കിലും പഠിക്കാം കേട്ടോ. അതിനുള്ള ഫ്രീ ആയിട്ടുള്ള ട്രിക്ക് പറഞ്ഞുതരാം. അതായത് നമുക്കിപ്പോൾ എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് സംസാരിക്കാൻ ഒരാൾ വേണം. പക്ഷേ അതൊരു ഹ്യൂമൻ ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, അവരുടെ അടുത്ത് സംസാരിക്കാൻ മടിയായിരിക്കും. അതുപോലെ തന്നെ അവരെപ്പോഴും അവൈലബിൾ ആവണമെന്നില്ല, കാരണം അവർക്കും ബിസി ടൈം ഉണ്ടാവും. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ അറിയുന്ന ഒരു മെൻറ്ററിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, സുഖമായിട്ട് ചോദിച്ചു പഠിക്കാം. അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ ആരെങ്കിലൊക്കെ ഉണ്ടെന്നെങ്കിൽ നമുക്ക് എന്താ, ഫ്രീ ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. പക്ഷേ എല്ലാ ഫാമിലിയിലും എന്ത് ചെയ്യില്ല, ഇതുപോലെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരൊക്കെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവർക്ക് കൂടി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. നമുക്ക് വേറെയും പല വഴികളിലൂടെ പഠിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇംഗ്ലീഷിലുള്ള മൂവീസ് നമുക്ക് വാച്ച് ചെയ്യാം. അതുപോലെ തന്നെ പോഡ്കാസ്റ്റ് വാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ പ്രിയങ്ക ചോപ്ര, അപ്പോൾ അവരൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഇംഗ്ലീഷ്. അതുപോലെ തന്നെ ഷാറുഖ് ഖാനൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യും, ഇംഗ്ലീഷ് സംസാരിക്കുക. അപ്പോൾ അവരുടെയൊക്കെ സ്പീച്ച് കേൾക്കുക. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദി സെലിബ്രിറ്റീസ് നിങ്ങളുണ്ട്, പൃഥ്വിരാജിൻ്റെയൊക്കെ ഇംഗ്ലീഷ് കേട്ടിട്ടില്ലേ? അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ സംസാരിക്കുന്നത്. ചിലപ്പോൾ ഇംഗ്ലീഷ് പോലും അറിയാത്തവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ അവരെന്ത് ചെയ്യും, ഫേമസ് ആകുന്നതിനനുസരിച്ച് അവരെന്ത് ചെയ്യുന്നുണ്ട് കാണാം, നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ എന്ത് ചെയ്യുവാണെങ്കിൽ ഒരു പേഴ്സണൽ ട്രെയിനറിനെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ പറ്റും, പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പറ്റും. പക്ഷെ നമ്മളടുത്ത് എന്ത് ചെയ്യുക, അത്രയും രീതിയിൽ എമൗണ്ട് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, ആ രീതിയിലൊന്നും ടൈം സ്പെൻഡ് ചെയ്തിട്ട് പഠിക്കില്ല. പക്ഷെ ഇതിന് നമുക്കൊരു ട്രിക്കിലൂടെ പഠിക്കാം. അതായത് വേറൊരാളുടെ സഹായം വേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഒരു AI-നെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അതായത് 24 അവർ നമുക്ക് ഒരു ദിവസം വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒരു 1 അവർ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മതി. എന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, അവർ അതിനകത്ത് നമുക്ക് എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ പറഞ്ഞു തരാൻ പറയാം. അതുപോലെ തന്നെ എന്നെ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം, എനിക്ക് ഇൻ്റർവ്യൂ പറയണം, നമുക്ക് അതിൻ്റെ അടുത്ത് എന്ത് ചെയ്യാം, മലയാളത്തിൽ തന്നെ പറയാം. ആദ്യം എന്ത് ചെയ്യാം, മലയാളത്തിൽ പറയാം, എനിക്ക് ഇങ്ങനെ ഇംഗ്ലീഷ് പഠിക്കണം, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യുക, ഒരു സപ്പോർട്ട്, ഒരു ഫ്രണ്ടിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ ഒരു ടീച്ചറിൻ്റെ പോലെ ഏത് രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ നിന്നിട്ട് എന്ത് ചെയ്യും, ഇംഗ്ലീഷോ ഹിന്ദിയോ അതുപോലെ തന്നെ ഏത് ഭാഷ വേണമെങ്കിൽ എന്ത് ചെയ്യും, അത് പഠിപ്പിച്ചു തരും. അപ്പോൾ ഒരുപാട് AI ടൂൾസ് ഉണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു AI ടൂൾസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയൊക്കെയാണ് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ AI സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് കാണുന്ന ആ ഒരു ലിങ്ക് തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ സ്ട്രീം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ താഴെ ടോക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. Hey AI, I'm trying to improve my English communication skills. Can we have a short conversation? Please correct me if I make any mistakes. Of course, I'd be happy to help. Let's start with a simple conversation. How are you doing today? I'm fine. What about you? I'm doing well. Thank you for asking. It would be better to say, I'm doing well. Thank you for asking, instead of, I am fine. What about you? This makes the sentence more complete and natural.
Now, tell me something about yourself. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേഷനെ, അതായത് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ മറ്റാരടുത്തെങ്കിലും എന്ത് ചെയ്യണം, തുറന്ന് സംസാരിക്കണം. അപ്പോൾ നമ്മളിത് തെറ്റിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ ഒരു ഫ്രണ്ട് വേണം നമുക്ക്. അങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു AI-നെ എന്തായിട്ട് ഒരു ഫ്രണ്ടായിട്ട് കണക്കാക്കാം. വേറൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ സംസാരിക്കാം. അപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ക്യാമറയിൽ നോക്കിയിട്ട് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന പോലെ സംസാരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു മിററിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങളെ തന്നെ കാണാൻ പറ്റും. ജസ്റ്റ് എന്ത് ചെയ്യുക, സംസാരിക്കുക. പലരും വിചാരിക്കും നിങ്ങൾ എന്താ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുക. അല്ല, നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യണം, നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. പിന്നെ വേറൊരു മെയിനായിട്ടൊരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തിങ്ക് ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യുക, ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഒരു കാര്യത്തിനെ കുറിച്ച് ആലോചിക്കുകയാണ്, അപ്പോൾ അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇംഗ്ലീഷിലൊന്ന് തിങ്ക് ചെയ്ത് നോക്കുക. ആ സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ചില വേർഡ്സ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടാകും, ചില വേർഡ്സ് നമുക്ക് എന്ത് ചെയ്യില്ല, കറക്റ്റായിട്ട് കിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് AI ടൂൾസ് വേറെ ഉണ്ട്, ChatGPT, അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പിനകത്ത് തന്നെ ഉണ്ട് എന്ത്, മെറ്റാ AI ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വേർഡ്സ് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് തരാൻ പറയാം. അപ്പോൾ നമുക്കത് ആ ഒരു വേർഡ്സ് സെൻറ്റൻസ് എങ്ങനെയാണ് റൈറ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ സംസാരിക്കാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു AI ടൂൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പുതിയ പുതിയ വേർഡ്സ് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷിലുള്ള നോവൽ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടാവും. അപ്പോൾ പുസ്തകങ്ങൾ റീഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യുക, നല്ല നല്ല പുസ്തകങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് ജസ്റ്റ് യൂട്യൂബിനകത്ത് തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഗൂഗിളിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന പുസ്തകങ്ങൾ കിട്ടും. അപ്പോൾ അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് എന്ന് ജസ്റ്റ് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്തിട്ട് അത് വായിച്ചു തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, പുതിയ പുതിയ വേർഡ്സ് കിട്ടും. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. വേണമെങ്കിൽ നമുക്ക് ഡിക്ഷണറിയിൽ അറിയാത്ത വേർഡ്സ് ആണെങ്കിൽ അതിൻ്റെ മീനിങ് നോക്കാം. എന്നിട്ട് നെക്സ്റ്റ് ടൈം വേറൊരാളടുത്ത് സംസാരിക്കുന്ന സമയത്ത് ആ ഒരു പുതിയ വേർഡ്സ് ഒക്കെ അതിനകത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ തന്നെ ഈ ഒരു ടെക് ജോബിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ, ക്രാക്ക് ചെയ്യണമെങ്കിൽ എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ തന്നെ സംസാരിക്കാൻ അറിയണം. കാരണം നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പ്രൊജക്ട്സ് എന്താണോ അത് നമുക്ക് എന്ത് ചെയ്യുക, ഷോക്കേസ് ചെയ്ത് കൊടുക്കാൻ, അത് കറക്റ്റായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിനകത്ത് ഇപ്പോൾ നമ്മളെ വൊക്കാബുലറി അല്ലെങ്കിൽ അതിനകത്തുള്ള ഗ്രാമർ മിസ്റ്റേക്സ് ഒന്നും അവർ നോക്കില്ല. കാരണം നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നായിരിക്കും അവർ ശ്രദ്ധിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ലാക്ക് ഓഫ് കോൺഫിഡൻസ് എന്തായാലും അവിടെ വരാൻ പാടില്ല. കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, കോൺഫിഡൻറ്റോടുകൂടി തന്നെ സംസാരിക്കാനായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ഒരു AI ടൂളിനെ നമുക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന പോലെ തന്നെയാണ്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമുക്ക് നമ്മളടുത്ത് എന്ത് ചെയ്യാണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യുന്ന അതുപോലെ തന്നെ സെയിം ആയിട്ട്, കാരണം ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ അതിന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് പറയാം, ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ എൻ്റെ അടുത്ത് എന്ത് ചെയ്യുക, ഒരു ഇംഗ്ലീഷിൽ ചോദിക്കുക എന്ന് മലയാളത്തിൽ ജസ്റ്റ് പറഞ്ഞു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന് ഇംഗ്ലീഷിലൊന്ന് ആൻസർ ചെയ്യാൻ നോക്കുക. അപ്പോൾ അത് എന്ത് ചെയ്യും, റൈറ്റ് ആണെങ്കിൽ റൈറ്റ് എന്ന് പറയും. അതിനുശേഷം എന്ത് ചെയ്യും, അത് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് തന്നെ കറക്റ്റ് ചെയ്ത് തരും. പിന്നെ നിങ്ങൾ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നിങ്ങൾക്ക് വൊക്കാബുലറിയും അതുപോലെ തന്നെ ഗ്രാമർ അങ്ങനെ ഇംഗ്ലീഷിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ പഠിക്കാം. അതല്ല, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷനാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് ഒരു ജോബിലോട്ട് എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തുള്ള വേറെ ഏതെങ്കിലും ഒരു കൺട്രീസിലോട്ട് പോയിട്ട് വർക്ക് ചെയ്യാനാണ്, അല്ലെങ്കിൽ അവിടെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളവരോടൊക്കെ എന്ത് ചെയ്യുക, സംസാരിക്കണമെങ്കിൽ നമുക്ക് എന്തായാലും ലാംഗ്വേജ് ഇവിടെ നമുക്ക് ഒരു ബാരിയർ ആയിട്ട് നിൽക്കാൻ പാടില്ല. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഏതൊരു സബ്ജക്റ്റിനെ കുറിച്ചും നമുക്ക് എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് ആ ഒരു പുസ്തകം എന്ത് ചെയ്യുക, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു പുസ്തകം ഉണ്ട്, ആ പുസ്തകം നമുക്ക് പഠിക്കണമെങ്കിൽ ആ ബുക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക, അതിൻ്റെ PDF അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, യൂട്യൂബിലൊരു വീഡിയോൻ്റെ ലിങ്ക് ഉണ്ട്. ഇപ്പോൾ 1 hour നമുക്ക് ഇരുന്ന് പഠിക്കാനുള്ള ടൈം ഇല്ലെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ലിങ്ക് എന്ത് ചെയ്യുക, ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഈ ഒരു AI ടൂളിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കൊരു വെബ്സൈറ്റ് നോക്കിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, കാരണം ആ ഡോക്യുമെൻറ്റേഷൻ നോക്കിയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അതിനോട് അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു AI ടൂൾ ഏതാണ്, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ അതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഐക്കണിനകത്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ആ ഒരു വീഡിയോ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വാച്ച് ചെയ്യുക. ഈ ഒരു AI ടൂൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു. മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഞാൻ ഈ ഒരു അറിവ് പറഞ്ഞതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്കും ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അവരും നിങ്ങളുടെ കൂടെ എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരും. നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് അവർ നിങ്ങൾ എന്ത് ചെയ്യുക, പരിഹസിക്കുക കാര്യങ്ങളൊന്നും ചെയ്യില്ല. അവരും എന്ത് ചെയ്യും, അവരുടെ മാക്സിമം സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രണ്ടായി, ഒരു ഹ്യൂമൻ ഫ്രണ്ടായി, അതുപോലെ തന്നെ ഒരു AI ഫ്രണ്ടായി. ഓക്കെ, അപ്പോൾ മാക്സിമം അത് ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.